നിങ്ങൾ എപ്പോഴെങ്കിലും കൽപ്പാത്തിയിലേക്ക് പോയിട്ടുണ്ടോ? പാലക്കാടിൻ്റെ സ്വന്തം കൽപ്പാത്തി രഥോത്സവം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യു ആർ മിസ്സിങ് സംതിങ് ഗ്രേറ്റ് ഇൻ യുവർ ലൈഫ്. അത്രയ്ക്ക് മനോഹരമാണ് കൽപ്പാത്തി രഥോത്സവ കാഴ്ചകൾ. അപ്പോൾ എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവം കാണാൻ പോകേണ്ടതെന്നറിഞ്ഞാലോ? നിങ്ങൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ഒലവക്കോടുള്ള പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. രഥോത്സവത്തിനോടൊപ്പം പാലക്കാടൻ കാഴ്ചകളും കൂടി കാണാനാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ അബി ബൈക്സ് ഉണ്ട്. കാറും ബൈക്കും റെൻ്റൽ അവൈലബിൾ ആണ്. 500 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇനി വരുന്നത് സ്റ്റേ ഞങ്ങൾ ചൂസ് ചെയ്തത് സായുജ്യ റെസിഡൻസിയാണ്, പാലക്കാട് സുൽത്താൻപേട്ടുള്ള. നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറൗണ്ട് 5 കിലോമീറ്ററാണ് ഹോട്ടലിലേക്ക്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ റൂമായിരുന്നു. ഞങ്ങൾ 2 പേർക്ക് 24 അവേഴ്സ് AC റൂം 2050 രൂപയായി. നോൺ AC ആണെങ്കിൽ 2 പേർക്ക് 1800 രൂപയാണ്, ഇൻക്ലൂഡിങ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഇനി രഥോത്സവ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൽപ്പാത്തിയിലേക്ക്. കൽപ്പാത്തിയിൽ അടുത്തടുത്തായി തന്നെയാണ് രഥോത്സവത്തിന് പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും. ഇക്കൊല്ലത്തെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് നവംബർ 14, 15, 16 തീയതികളിലാണ്. പ്രധാനമായും 4 ക്ഷേത്രങ്ങളാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമാകുന്നത്. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം, മന്തക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം, ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, ചതപുരം ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം. കൽപ്പാത്തി വീഥികളിൽ പാലക്കാടിൻ്റെ ചൂടകറ്റാൻ നിരവധി കടകളുണ്ട്. ഈ കുഞ്ഞൻ കടയിൽ നിന്നൊരു ബദാം മിൽക്ക് കൂടായാൽ ചൂടിനൊരു ചെറിയ ശമനമാവും. 30 രൂപയ്ക്ക് നല്ല തണുത്ത ഒരു ഗ്ലാസ് ബദാം മിൽക്ക് പാലക്കാടിൻ്റെ ചൂടകറ്റാൻ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. രഥം വലിക്കുന്നത് പ്രധാനമായി രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. മന്തക്കര ഗണപതിയുടെ രഥം മാത്രം ഈ രഥസംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. ശിവനെ കണ്ടു മടങ്ങുന്നു എന്നാണ് സങ്കല്പം. ഇതെല്ലാം 2ാം തീയതി കാഴ്ചകളാണ്. യാത്രയിലാണ് കുറേ കൂടെ ഭംഗി. കൽപ്പാത്തി രഥോത്സവത്തിൽ ഫേമസ് ആയ ഫോട്ടോ ബൂത്തും കണ്ടു. രഥോത്സവ നാളിൽ ആദ്യ 2 ദിവസം കമ്പാരിറ്റീവ്ലി തിരക്ക് നല്ല കുറവായിരിക്കും. 3ാം ദിവസം വൈകുന്നേരം അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. ചെറിയ ചെണ്ടമേളവും വർണ്ണാഭമായ തേരും കണ്ട് കൽപ്പാത്തി വീഥിയിലൂടെയുള്ള യാത്ര ഒരു കിടിലം എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതെല്ലാം 2ാം തീയതിൻ്റെ യാത്രാദിന കാഴ്ചകളാണ്.
അങ്ങനെ രണ്ടാം ദിവസം തേര് കാഴ്ചകളൊക്കെ കണ്ട് നേരെ വിട്ടോ കൽപ്പാത്തി സ്വീറ്റ്സിലേക്ക്. കൽപ്പാത്തിയിലെ മാലഡുവും തേങ്ങാ ബർഫിയുമൊക്കെ വാങ്ങി രണ്ടാം ദിവസം കാഴ്ചകൾ കണ്ടു മടങ്ങാം. ഇനി മൂന്നാം ദിവസം തേര് കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് രഥോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ദിവസം. ഇതിനെ ദേവരഥ സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അന്ന് വൈകുന്നേരം 5 തേരുകളും ഒന്നിക്കും. അതോടുകൂടിയാണ് രഥോത്സവം അവസാനിക്കുന്നത്. മൂന്നാം ദിവസം തേര് വലിക്കുന്നതിനായി എത്തിയ പുതുപ്പള്ളി അർജുൻ്റെ ആ വരവ് കണ്ടോ? മൂന്നാം ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് കൂടി തുടങ്ങും. രാവിലത്തെ ക്ഷീണം മാറ്റാൻ വേണമെങ്കിൽ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ നല്ലൊരു ഫിൽട്ടർ കോഫി ആവാം. ഇനി കൽപ്പാത്തി രഥോത്സവ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. പാലക്കാട് വന്നിട്ട് ഒരു നല്ല പാലക്കാടൻ കാളം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? പാലക്കാടിൻ്റെ സ്വന്തം കോളിഫ്ലവറൊക്കെ ഇട്ട ഒരു ഗോബി മഞ്ചൂരിയൻ ടൈപ്പ് ഒരു ഐറ്റമാണ് പാലക്കാടൻ കാളം. അത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയുള്ള കൽപ്പാത്തി രഥോത്സവ കാഴ്ചകളൊക്കെ കണ്ട് കൽപ്പാത്തി വീതിയിലൂടെ പാലക്കാടൻ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുക. എന്തിനാണെന്നോ? വൈകുന്നേരമുള്ള ദേവരഥ സംഗമത്തിന്. പിന്നെ ഓരോ രഥവും വരുന്നതിനനുസരിച്ച് തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ കാഴ്ച അത് അതിമനോഹരം തന്നെയാണ്. ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട്
കൽപ്പാത്തിയിലെ തേര് തിരക്ക് കഴിഞ്ഞാലും തേര് കടകളുടെ തിരക്ക് കഴിഞ്ഞിട്ടില്ല. തേര് കടകൾ ഇനിയും കുറച്ച് ദിവസം കൂടെ കൽപ്പാത്തി തന്നെ കാണും. ഇനി ഇന്ന് മുതൽ അടുത്ത കൽപ്പാത്തി രഥോത്സവത്തിനായി കട്ട വെയിറ്റിംഗ്.